ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. സൗഹൃദങ്ങൾ അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്തതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ രക്തബന്ധങ്ങളെക്കാൾ സൗഹൃദ ബന്ധങ്ങളാണ് തുണയായി എത്താറ്. സൗഹൃദങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഗൃഹാതുരത്വം ഉണർത്തിയെത്തുന്നത് നമ്മുടെ സ്കൂൾ ലൈഫിലും കോളേജ് ലൈഫിലും ഒക്കെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളാണ്. എൻ്റെയൊക്കെ സ്കൂൾ ലൈഫിൽ ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒന്നും അങ്ങനെ ആഘോഷിച്ചിരുന്നില്ല കേരളത്തിൽ. ഇന്നിപ്പോൾ എല്ലാവരും ഈ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ ആഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് നമ്മൾ പരസ്പരം ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് കെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ ഈ ഓർണമെന്റ്സ് മേക്കിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. മാല, കമ്മല്, ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇതുവരെ ഈ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കിയിട്ടില്ല, ത്രെഡ് വെച്ചിട്ട്. അപ്പം എനിക്കൊരു ആഗ്രഹം ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കി നോക്കണം. അപ്പം ഏതായാലും ഞാൻ 2 ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് ഉണ്ടാക്കി. നമ്മുടെ സാധാരണ എംബ്രോയിഡറി ത്രെഡ് വെച്ച് ഉണ്ടാക്കിക്കുന്ന ബാൻഡാണ്. ഇത് കെട്ടുന്ന ടൈപ്പ് ബാൻഡാണ്, നമ്മൾ കയ്യിൽ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്ന ടൈപ്പ്. ഇത് നൈലോൺ ത്രെഡ് വെച്ചുണ്ടാക്കിക്കുന്ന ബാൻഡാണ്. ഇതിങ്ങനെ ഈ മുത്തിലേക്ക് കൊളത്തി കൊടുക്കുന്ന ടൈപ്പ് ബാൻഡാണ്. അപ്പോൾ 2 തരം ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. 2 തരം ഫ്രണ്ട്ഷിപ്പ് ബാൻഡ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധാരണ എല്ലാവർക്കും കയ്യിലുള്ള നമ്മുടെ ഈ എംബ്രോയിഡറി ചെയ്യുന്ന നൂലാണിത്. അപ്പോൾ അതിൽ 3 കളറിലുള്ള നൂലുകളാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കളറ് ഞാൻ ഉദ്ദേശിക്കുന്നത് നടുക്ക് വെക്കാനായിട്ടാണ്. അതിനെ നമ്മൾ സ്പൈൻ എന്ന് പറയും. നമ്മൾ സാധാരണ ഈ ബാൻഡ് ഉണ്ടാക്കുമ്പോൾ നടുക്ക് വയ്ക്കുന്നതിനെ സ്പൈൻ എന്ന് പറയും. അപ്പം അത് നമുക്ക് നമ്മുടെ കൈക്ക് എന്തോരം വണ്ണം ഉണ്ടോ. അപ്പം എനിക്കിപ്പോൾ 6.5 ഇഞ്ചാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പം അതിൻ്റെ ഇരട്ടിയുള്ള ത്രെഡാണ് നമ്മൾ ഈ നടുക്കിലേക്ക് എടുത്തേക്കുന്നത്. അപ്പം ഏകദേശം 13 ഇഞ്ചുള്ള ത്രെഡാണിത്. പിന്നെ 2 സൈഡിലേക്ക് നമ്മൾ എടുക്കുന്ന ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നടുക്കെടുക്കുന്ന ത്രെഡിൻ്റെ ഏകദേശം ഇരട്ടി അങ്ങ് എടുത്താൽ മതി. അപ്പം 13 ഇഞ്ച് ഇവിടെയാണെങ്കിൽ ഇത് ഒരു 26 ഇഞ്ച് അങ്ങ് എടുത്താൽ മതി. അല്ലാതെ വേറെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും വേണ്ട ഇതിന്. അപ്പം നടുക്ക് നമ്മൾ എടുക്കുന്നത് നമ്മുടെ കൈയുടെ വണ്ണത്തിൻ്റെ ഇരട്ടി, പിന്നെ അതിൻ്റെ ഇരട്ടി 2 സൈഡിലുള്ള ത്രെഡ് എടുക്കുക. അപ്പം ഈ 3 കളേഴ്സാണ്, റെഡ്, മെറൂൺ, യെല്ലോ, ഈ കളേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഈ ത്രെഡ് നമ്മൾ എടുക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ നമ്മൾ ഓൾറെഡി ഇത് 6 സ്ട്രാൻഡ്സ് ആണല്ലോ ഈ ത്രെഡ് വരുന്നത്. അത് തന്നെ ഇങ്ങനെ നമ്മൾ ഈക്വലായിട്ട് ഇങ്ങനെ മടക്കി എടുത്തേക്കുവാണ്. ഓരോ ത്രെഡും അങ്ങനെയാണ് നമ്മൾ മടക്കി ഡബിൾ ആയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ 2 എൻഡിലും നമ്മൾ കെട്ടാനായിട്ട് ഇങ്ങനെ മുത്തുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ആൻറ്റിക് ഗോൾഡൻ കളറ് മുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ത്രെഡും കൂടി കൂട്ടിയിട്ട് നമ്മളൊരു നോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് നമ്മളൊരു നോട്ട് ഇടാം. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള നോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതാ ഞാൻ ഈ ത്രെഡിൻ്റെ എൻഡ് ഫാബ്രിക് ഗ്ലൂ വെച്ച് ഷാർപ്പാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഗോൾഡൻ കളറ് മുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഹോള് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് കോർക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുത്ത് മാറ്റി വലിയ ഹോളിലൊരു മുത്തെടുത്തേക്കാണ്, ഒരു ഗ്രീൻ കളറിലുള്ള. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഈ മുത്ത് കോർത്ത് കൊടുക്കാം. മുത്ത് കോർത്തിട്ട് ഇനി നമ്മൾ ഒരു നോട്ടും കൂടി ഇവിടെ ഇടണം കോർത്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 നോട്ടിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ മുത്ത് ലോക്കായി. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഹോൾഡറിൽ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഈ നമ്മൾ ഗ്ലൂ വെച്ച എൻഡ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ ഈ എൻഡ്
നമ്മൾ ബാൻഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇത് ഈ കെട്ടുന്ന ടൈപ്പ് ബാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കെട്ടാനുള്ളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒരു നോട്ടും കൂടി കൊടുക്കാൻ പോവാണ്. കണ്ടോ, അപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ച് അകലത്തിൽ ഞാൻ ഈ നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും മതിയില്ല നമുക്ക് ബാൻഡ് കെട്ടാനായിട്ട്. ഇനി നമ്മൾ ഈ ത്രെഡ് നമ്മൾ ഈ ഒരു ഹോൾഡറിലേക്ക് പിടിപ്പിക്കാൻ പോവാണ്, ഇവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ഒരു മെറൂൺ കളർ ത്രെഡാണുള്ളത്, നടുക്ക് സ്പൈൻ റെഡ് കളറ്, ലെഫ്റ്റ് സൈഡിൽ യെല്ലോ കളറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള മെറൂൺ ത്രെഡ് നമ്മൾ ഈ സ്പൈനിൻ്റെ മുകളിൽ കൂടെ എടുക്കുക, മുകളിൽ കൂടെ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. അടിയിൽ കൂടെ എടുത്ത് ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ഓക്കെ, ഇവിടെ ഒരു നോട്ട് ഇടുവാണ് നമ്മൾ അതിൽ തന്നെ. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ മെറൂണും കൊണ്ടുള്ള നോട്ട് ഇട്ടു. ഇനി ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഈ സ്പൈനിൻ്റെ ആദ്യം തന്നെ മുകളിൽ കൂടെ എടുക്കുക, അത് കഴിഞ്ഞ് അടിയിൽക്കൂടെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ യെല്ലോ കൊണ്ടുള്ള ത്രെഡ് നമ്മൾ നോട്ട് ഇവിടെ ഇട്ടു. ഇനി നമ്മളിത് റിപ്പീറ്റ് ചെയ്യുക. ഈ മെറൂൺ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൈനിൻ്റെ മുകളിൽക്കൂടെ എടുത്തിട്ട് ഉള്ളിൽക്കൂടെ അടിയിൽക്കൂടെ ഉള്ളിലേക്ക്. ഇനി നമ്മൾ യെല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കൂടെ എടുത്ത് പിന്നെ അടിയിൽ കൂടെ ഉള്ളിലേക്ക്. കുറച്ച് ഇതാ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഡിസൈൻ ഒന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ആ നോട്ട് ഈ ഹോൾഡറിൻ്റെ ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിനി ഇത് വലിക്കുമ്പോൾ വരാതെ നല്ല ഫിക്സ് ആയിട്ടിരുന്നോളൂ. ഇനി ഇതാ ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു ഇത്തിരി ഡിസ്റ്റൻസ് ആയി. ഇനി നിങ്ങളെ കാണിച്ചു തരാം. ഇത് മെത്തേഡ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഈ സ്പൈൻ നമ്മളിങ്ങനെ ഒരു കയ്യിൽ പിടിച്ച് വലിക്കണം, നന്നായിട്ടൊന്ന് പിടിക്കണം, എന്നാലാണ് ആ നോട്ട് നല്ല രീതിയിൽ വീഴുള്ളൂ. കണ്ടോ, ഒരു കയ്യിൽ സ്പൈനും ഒരു കയ്യിൽ നമ്മുടെ സൈഡിലുള്ള ത്രെഡും. പിന്നെ ഇത് നമ്മളിപ്പോൾ ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഫാസ്റ്റായിട്ട് ചെയ്തു പോവാം. അപ്പോൾ ഓരോ സൈഡിലുള്ള ത്രെഡ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ സ്പൈനിൽ നോട്ടിട്ട് പോവാണ്. കണ്ടോ, ഇടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കതിങ്ങനെ ഡിസൈനായി വരുന്നത് കാണാം. അപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും? മനസ്സിലാവാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ത്രെഡ് ഈ സ്പൈനിൻ്റെ മുകളിൽ കൂടെ എടുത്ത് അടിയിൽ കൂടെ എടുത്ത് ഉള്ളിലേക്ക് എടുക്കണം. കേട്ടോ, എന്നിട്ട് അവിടെ ഇങ്ങനെ നോട്ടിടണം. ഇത് സെയിം തന്നെ മുകളിൽ കൂടെ പിന്നെ അടിയിൽ കൂടെ പിന്നെ ഉള്ളിലേക്ക്. അപ്പ്, ഡൗൺ ആൻഡ് ഇൻസൈഡ്, അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. അപ്പ്, ഡൗൺ ആൻഡ് ഇൻസൈഡ്. അപ്പം അങ്ങനെ നമ്മളങ്ങ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ബാൻഡ് ഏകദേശം 6.5 ഇഞ്ച് വരെ ആയി. കണ്ടോ, അപ്പം ഇങ്ങനെ നമ്മൾ അതുപോലെ ചെയ്ത് 6.5 ഇഞ്ച് വരെ ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ മറ്റേ എൻഡ് ചെയ്ത പോലെ തന്നെ ഇവിടെ ആദ്യം തന്നെ ഒരു നോട്ട് ഇടണം. ഒരു സിമ്പിൾ നോട്ട് നമ്മൾ ഈ ചെയ്ത് വന്നതിൻ്റെ എൻഡിലായിട്ട് ഒരു സിമ്പിൾ നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഒരു 3 ഇഞ്ച് കെട്ടിടാനുള്ള ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നോട്ടും കൂടി ഇടണം. അപ്പോൾ നമ്മളൊരു നോട്ടും കൂടി ഇട്ടു. ഇനി എന്താ അടുത്ത് ചെയ്യാനുള്ളത്? അടുത്ത് നമ്മൾക്ക് ഈ ഇത് കോർക്കണമല്ലോ, മുത്ത് കോർക്കണം. മുത്ത് കോർക്കണേക്കാൾ മുമ്പ് നമ്മൾ ഈ എൻഡ് ഒന്ന് ഷാർപ്പാക്കിയിട്ടൊന്ന് ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കാനുണ്ട്. ഈ ഒരു എൻഡും നമ്മൾ മറ്റേ എൻഡ് ചെയ്ത പോലെ തന്നെ ചെയ്തു.
നോട്ടിട്ട് മുത്ത് കോർത്ത് വീണ്ടും നോട്ടിട്ടു, അതിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ബാൻഡ്, ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, രണ്ട് സൈഡിലും നമ്മളിതുപോലെ ഓരോ നോട്ടൊക്കെ ഇട്ട് അതിൻ്റെ എൻഡ് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ഈ ബാൻഡ് വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെയാണ് ഈ ബാൻഡിൻ്റെ ലുക്ക് വരുന്നത്. കെട്ടിക്കൊടുക്കുകയാണ് നമ്മൾ. ഇതാണ് ഒരു ബാൻഡ്. ഇനി നമുക്ക് അടുത്ത ബാൻഡ് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. അടുത്ത ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ത്രെഡ് ഇങ്ങനത്തെ ത്രെഡാണ്. അതായത് ഇത്തിരി കട്ടിയുള്ള ത്രെഡാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇങ്ങനത്തെ റോളിലാണ് ഇത് കിട്ടുന്നത്. ഇത് 3 കളറിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. റെഡ്, ബ്ലാക്ക്, ഒരു ഗോൾഡൻ ബേജ്. അപ്പം ഈ ഒരു ബാൻഡ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡിലാണ്. ഇത് 3 കൂടി കൂട്ടിയിട്ട് ഈ എൻഡിൽ നമ്മളൊരു നോട്ടിടും. കണ്ടോ, ഇങ്ങനെ ഇവിടെ ഒരു ലൂം പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു നോട്ടിടുവാണ്. ഇനി ഈ നോട്ടിൽ നിന്നാണ് നമ്മൾ അടുത്തത് ഈ ബാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നടുക്കുള്ള നമ്മുടെ ബ്ലാക്ക് കളർ സ്പൈൻ. ഓക്കെ, റെഡ് ഒരു സൈഡിൽ, ഒരു ഗോൾഡൻ ബേജ് ഒരു സൈഡിൽ. സോ അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ത്രെഡ് നമ്മൾ ഈ സ്പൈനിൻ്റെ മുകളിലേക്ക് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് ഈ സൈഡിലുള്ള ബേജ് കളറിൻ്റെ അടിയിലേക്ക് വെക്കുക. കണ്ടോ, ഓവർ അണ്ടർ. അത് കഴിഞ്ഞ് ഈ ബേജ് കളർ എന്ത് ചെയ്യണം? ബേജ് കളറ് ഈ നമ്മുടെ സ്പൈനിൻ്റെ അടിയിലേക്ക് എടുക്കുക. സ്പൈനിൻ്റെ അടിയിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ റെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റെഡിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. കണ്ടോ, അപ്പം അതാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ അണ്ടർ അണ്ടർ അണ്ടർ, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓവർ അതായത് സ്പൈനിൻ്റെ ഓവർ, പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡിൻ്റെ അണ്ടർ. സോ ഓവർ അണ്ടർ. ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ള ത്രെഡ് ഈ സ്പൈനിൻ്റെ അണ്ടർ. സ്പൈനിൻ്റെ അണ്ടർ, പിന്നെ ഈ ബേജിൻ്റെയും അണ്ടർ. കണ്ടോ, അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ത്രെഡ് ഓവർ അണ്ടർ, റൈറ്റ് സൈഡിലുള്ള ത്രെഡ് അണ്ടർ അണ്ടർ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഈ ബാൻഡിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം നേരത്തെ കാണിച്ച പോലത്തെ ആ ഡിസൈൻ ചെയ്ത് നമ്മൾ ഇതിവിടെ വരെ എത്തി. എൻഡിൽ നമ്മൾ കഴിഞ്ഞ ബാൻഡ് ഉണ്ടാക്കിയ അതിൻ്റെ എൻഡിൽ ചെയ്ത അതേപോലെ തന്നെ നോട്ട് കൊടുത്തിട്ട് ഈ ബീഡ് കോർത്ത് കൊടുത്ത് വീണ്ടും ഒരു നോട്ട് ഇട്ടു. അങ്ങനെയാണ് ഈ എൻഡ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ എൻഡ് നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു ലൂം പോലെ വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ഈ എൻഡ് ഈ ഒരു ബീഡിലേക്ക് കോർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു ബാൻഡിൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് കംപ്ലീറ്റ് ആയി.